നമസ്കാരം നിശാംസൻ. നമസ്കാരം. ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം, അഫാൻ ചെയ്ത ക്രൂരകൃത്യം കേരളത്തെ നടുക്കിയത് അന്തരം അഫാന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടത് മാതാവ് ഷെമി മാത്രമാണ്. പക്ഷെ അതിലും എന്തൊക്കെയോ ദുരൂഹത തുടരുന്നുണ്ട്. എങ്ങനെയാണ് ആ സംഭവത്തെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അഫാൻ അല്ല അതിനകത്ത് ശരിക്കുള്ള ക്രിമിനൽ, ആ ഷെമി തന്നെയാണ്. ഇതിനകത്ത് അഫാന്റെ കൊലപാതകത്തിന് കാരണമായിട്ടുള്ള അന്നേരത്തെ മാനസികാവസ്ഥയെ പറ്റി നമുക്ക് വ്യക്തതയില്ല. പക്ഷെ അഫാന് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളത് പോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫിസിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ അതിനുള്ള മാനസികമായിട്ട് ഉള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. അതൊരു പക്ഷെ അതേ തലത്തിൽ തന്നെ കിട്ടിയിട്ടുള്ള ആളാണ് ഈ ഷെമി എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിനകത്ത് പോലീസിന്റെ റിപ്പോർട്ടിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യമേ ഈ പറഞ്ഞതുപോലെ ആ അബോധാവസ്ഥയിൽ നിന്ന് ഉണരുമ്പോൾ മകൻ വലിച്ച് തറയിലിട്ട് അടിച്ചതാണെങ്കിൽ പോലും ഒരു മാതൃഹൃദയത്തിന്റെ വേദന എന്ന് പറഞ്ഞിട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തും. തള്ള ഇപ്പൊ എത്ര വലുപ്പത്തിൽ കുറ്റം കാണിച്ചാലും ഏത് തള്ളയുടെ ഒരു സ്വഭാവത. പക്ഷെ അതിനുശേഷം ആദ്യം അവരുടെ മകൻ, ഇളയ മകൻ മരിച്ചതറിയുന്നു. ഇപ്പം ഈ കുടുംബത്തിൽ നടന്ന ഇത്ര വലിപ്പത്തിലുള്ള എല്ലാ കൊലപാതകത്തെ പറ്റിയും വളരെ കൃത്യമായിട്ട് അവർ അറിഞ്ഞിരിക്കുക. അതിനുശേഷവും ഇന്നലെ പോലീസ് അവരുടെ അടുത്ത് ചെന്ന് മൊഴിയെടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞ നിലപാടിനകത്തുനിന്ന് അവർക്ക് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അവർ ആ നിലപാട് കൂടുതൽ കൃത്യതയോട് കൂടി പറഞ്ഞെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ പോലീസിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാവും. കട്ടിൽ നിന്ന് തറയിൽ വീണു, തലയ്ക്ക് പരിക്കേറ്റു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് അതെങ്ങനെ, കട്ടിൽ നിന്ന് തറയിൽ വീണ് പരിക്കേറ്റാൽ നിങ്ങളുടെ തലയ്ക്ക് ഇത്രയും വലിയൊരു ഫ്രാക്ചർ ഉണ്ടാവും, അതിനൊരു നിസ്സാരമായിട്ടുള്ള മുറിവല്ലേ ഉണ്ടാവത്തുള്ളൂ. അന്നേരം അവർ പറഞ്ഞ കാര്യം ലക്ഷ്മി കേട്ട, കട്ടിൽ നിന്ന് തറയിൽ വീണ് പരിക്കേറ്റു, ഞാൻ എണീറ്റ് ശ്രമിച്ചപ്പോൾ വീണ്ടും വീണ് വലിയ മുറിവേറ്റു. അതായത് അവരാ പറഞ്ഞു കൊടുക്കുന്ന, പോലീസിന് കൊടുക്കുന്ന മൊഴിക്കകത്ത് നമ്മളെ ഒരു പോലീസും കോടതിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാം. കാരണം നമുക്ക് ഒത്തിരി കേസുകളൊക്കെ ഉണ്ടായത് എനിക്കറിയാം. ഈ വക്കീലന്മാർ നമുക്ക് ചില പോയിന്റുകൾ പറഞ്ഞു തരും. അതായത് ഇല്ലെങ്കിൽ ഒരു സ്ത്രീക്കും ആ പോയിന്റ് കിട്ടത്തില്ല. രണ്ടാമത് ആ ചോദ്യത്തിനകത്ത് പതറിപ്പോവും. പോലീസുകാരന്റെ ചോദ്യം അറിയാൻ വയ്യാത്തണ്ട. പോലീസുകാര് ഒരു ചോദ്യത്തിനകത്ത് പ്ലാനിങ് ഇല്ലാതെ ഇരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ അതിനകത്ത് മുൻപരിചയം ഇല്ലാത്ത ഒരാളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ക്രിമിനൽ ഇല്ലാത്ത ഒരാൾക്കോ ഒരു പോലീസിന്റെ രണ്ടാമത്തെ ചോദ്യത്തിനകത്ത് പതറിപ്പോവും. അവിടെ തന്നെ വെച്ച് പിടിക്കും. അല്ലാതെ വലിയ വലിയ ക്രിമിനൽസിനെയാണ് 100-200 ചോദ്യാവലി ഉണ്ടാക്കി ചോദ്യം ചോദിച്ച് ഉത്തരം പറയിച്ച് ആ ഉത്തരത്തിനകത്തുനിന്ന് പല ചോദ്യത്തിനും വ്യത്യാസം കാണിച്ച് പിന്നെ അവരെ പിടികൂടുന്നു. സാധാരണക്കാരൻ്റെ ഒന്നും പ്രശ്നമില്ല. അപ്പൊ ഈ ചോദ്യം, ഇത്രയും വലിയ മുറിവ് എങ്ങനെ വരും, കട്ടിലിൽ നിന്ന് തറയിൽ വീണ? അന്നേരം ഉടനെ അവർ പറഞ്ഞു, ഞാൻ കട്ടിലിൽ നിന്ന് മറിഞ്ഞു വീണു, വീണ്ടും എണീക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ആ തലയ്ക്കകത്ത മുറിവ് കൊണ്ട് വീണ്ടും നമ്മൾ തല ഇറങ്ങി വീഴുമെന്നൊക്കെ പറയത്തില്ല, അതുപോലെ വീണ് മുറിവ് വലുതായി. അപ്പൊ ഇതിനകത്ത് ആ പറച്ചിലിനകത്ത് അവർക്ക് അത് പറയാനുള്ള ഒരു ട്രെയിനിങ് വളരെ കൃത്യമായിട്ട് ഉണ്ടാവണം. അത് ആ സമയത്ത് ആരും അവിടെ പോയി കൊടുത്തിട്ടുള്ളതല്ല. എന്ന് വെച്ചാൽ അവർക്ക് വക്കീലില്ല, അല്ലെങ്കിൽ ഇവർക്ക് വക്കീലിന്റെ ഭാഗമൊന്നും കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവരതിനു വേണ്ടി തയ്യാറാണ്. ഈ തയ്യാറാവുമെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സ്ത്രീക്ക് ഒക്കത്തില്ല. ഇപ്പൊ ലക്ഷ്മിയൊക്കെ ഒരു സ്ത്രീയാണല്ലോ. സ്വന്തം കുഞ്ഞ് ഇതിന്റെ ഇളയത്, അപ്പൊ ഒരു തള്ളയ്ക്ക് വാത്സല്യം വരുന്ന 2 കുഞ്ഞുങ്ങൾക്ക് ഇളയ കുഞ്ഞിനോട് കൂടുതൽ വാത്സല്യം വരും, കാരണം ചെറുതായതുകൊണ്ട്. പിന്നെ ഈ പറയുന്ന അവർക്കിടെ വീട്ടിൽ എപ്പോഴും വന്ന് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന അവരുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനാണോ അനിയനാണോ അയാളുടെ ഭാര്യ, ഇവരുടെ അമ്മ, ഇങ്ങനെ 5 കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാകുമ്പോൾ പോലും സ്വന്തം മോനെ രക്ഷിക്കാനെന്നുള്ള വ്യാജേനയല്ല, അവർക്ക് കൂടി ഇതിനകത്തുനിന്ന് രക്ഷപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ കാര്യം ദീർഘമായിട്ട് പരിശോധിച്ചാൽ അഫാന്റെ കൂടെ ഒരുപക്ഷെ പ്രതിയാകുന്ന ഒരു സ്ത്രീയായിട്ട് ഈ ഷെമി മാറും. കാരണം ഈ ഭർത്താവ് അവിടെ പണമില്ലാതെ ബിസിനസ് അകത്ത് പൊട്ടി കയറി വരാൻ കാശില്ലാതെ അവിടെ നിൽക്കുന്ന സമയത്തും ഇവരുടെ ആവശ്യത്തിന് വേണ്ടി അത്യാവശ്യം പണിയെടുത്ത് ലീഗലി അയക്കാൻ പറ്റാത്തപ്പോൾ അവർക്കറിയാലോ, ഈ അവിടെ കൊടുത്തിട്ട് ഇവിടെ കൊടുക്കുന്ന ഹുണ്ടി പണം ഒക്കെ എന്ന് പറയത്തില്ലേ, ഹവാല പണം കൊടുത്ത് ഇവരുടെ കാര്യം എല്ലാം നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ഈ ചെറുക്കൻ കൊന്ന പെൺകുട്ടി ഉണ്ടല്ല, ആ പെൺകുട്ടിയുടെ പ്രേമത്തിന്റെ കാര്യം പോലും ഈ തന്തയ്ക്കറിയാം, ഗൾഫിലുള്ള. ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് പണയം വെച്ച മാലയുടെ പൈസ പോലും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ദീർഘമായിട്ട് അറിയാം. പക്ഷെ ഈ സ്ത്രീക്ക് ഇത്രയും വലിയ കടം വന്നതിനകത്തോ ഈ കുഴപ്പം വന്നതിനകത്തോ ഉള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയത്തില്ല. മാത്രവുമല്ല, വേറൊരു കാര്യം ലക്ഷ്മി ശ്രദ്ധിച്ചായിരുന്നു. കടം വന്നു. ഈ കടം വന്നതിന് ശേഷം 10-60-70 ലക്ഷം രൂപ കടമുണ്ട്. ആരുടെ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ചേക്കുന്നു?
ആരെങ്കിലും വന്ന് പൈസ ചോദിച്ചതായിട്ട് ഒരു മാധ്യമത്തിനെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ പറ്റി? മാത്രമല്ല, ഈ പറയുന്ന ആ പ്രദേശത്തുള്ള ആൾക്കാരെ മൊത്തം ചോദ്യം ചെയ്യുമ്പോൾ ഇതിനകത്തൊരു രഹസ്യം സൂക്ഷിക്കുന്നത് പോലെ പല ആൾക്കാരും മാധ്യമത്തിന്റെ മുമ്പിൽ വളരെ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ. പക്ഷെ ആ മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് കാര്യം പറയുന്ന ആൾക്കാരെല്ലാം ഈ പയ്യന് അനുകൂലമായിട്ട് പറയുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ടാവും. നല്ല പയ്യൻ, നല്ല പയ്യൻ. അപ്പൊ അതിനകത്ത് ഇപ്പൊ മാധ്യമം വരുമ്പോ ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഇപ്പൊ നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാകുന്നല്ലോ, നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ നിൽക്കുന്ന ഒരാൾക്കാരുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. ചില ആൾക്കാരത് കാണുമ്പോഴേ മാറി പോകും, കാരണം ഇതിനകത്ത് മോഹം വരേണ്ട, വേറെ ആവശ്യമില്ലാത്ത കാര്യം പറയേണ്ട കാര്യം. അപ്പൊ ഇതിനകത്ത് അജണ്ടയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അത് പറയേണ്ട കാര്യം, ചില ആൾക്കാർക്ക് അത് പറയേണ്ട, ലോകത്തോട് പറയേണ്ടതുണ്ട്, ഇവർക്കും ഇത് പറയേണ്ട, ലോകത്തോട് പറയേണ്ടതുണ്ട്. ഇവനെ വെള്ള പൂശേണ്ടതായിട്ടുള്ള ആൾക്കാരാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. മാത്രമല്ല, ഇത്രയും വലിയ പൈസ കൊടുക്കാനുള്ളിടത്ത് എന്തുവായാലും പൈസ കൊടുക്കാനുള്ളതെന്ന് ഈ പറയുന്നത് ഇവനെ ചോദ്യം ചെയ്തപ്പോൾ അതിന്റെ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ പണത്തിന്റെ വിഷയം കൊണ്ടാണ്, എനിക്ക് പണം പലയിടത്തും കടം തീർക്കാൻ കിട്ടാത്തത് കൊണ്ടാണ്, അതിന്റെ വൈരാഗ്യത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ പോലീസിന്റെ പുറകെയൊക്കെ പോവുമല്ലോ. മാത്രമല്ല, ഇവനെന്താ പൈസ കൊടുക്കാനുള്ളവന്റെ വ്യക്തത വരുത്താതെ, അല്ലെങ്കിൽ പോലീസിനകത്ത് എന്തോ മറച്ചു പിടിക്കുന്നുണ്ട്. ആർക്കും പൈസ വേണ്ട, 10-75 ലക്ഷം രൂപ വേണ്ട, 75 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ വീട്ടിൽ കിടത്തി ഉറക്കാത്ത കാലമാണ്. 75 ലക്ഷം രൂപ കൊടുക്കാണ്ട് ആരും പൈസ മേടിക്കാനില്ല. മാത്രമല്ല, അവിടെ വേറെ കാര്യം ശ്രദ്ധിച്ചായിരുന്നു, അത് ഇന്നലെ മെനഞ്ഞാന്നുമായിട്ട് വരുന്ന നിരോധിത സംഘടന, ഇപ്പൊ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഇപ്പൊ നിരോധിച്ചിട്ടുള്ള ചില സംഘടനയുടെ ആംബുലൻസ് ആണല്ലോ ഈ ശവം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരുന്നതിന് വേണ്ടി അവിടെ കിടന്ന് വിശാലമായിട്ട് ഓടിയത്. അവരുടെ ആംബുലൻസ് ഇന്ന് കേരളത്തിൽ എവിടൊക്കെയുണ്ട്, എത്രയിടത്തുണ്ട്? അവർക്ക് ഏറ്റവും അവർക്ക് ഏറ്റവും സ്വാധീനമുള്ള സ്ഥലത്തേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതിനകത്തൊരു വലിയ ദുരൂഹതയുണ്ട്. ഇതിന്റെ പുറകിൽ ഒരു വലിയ സംഘമുണ്ട്. ഈ കൊലപാതകത്തിന്റെ പുറകിൽ ആ സംഘം ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. ഈ പയ്യനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഉരുത്തിരിക്കുന്നതിനകത്തൊരു സംഘമുണ്ട്. അതൊരു കൃത്യമായ, നമ്മൾ ഈ പറയുന്ന പോലെ നിസ്സാരമായിട്ട് ഉള്ളൊരു കളരി സംഘമൊന്നും അല്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു മനുഷ്യനെ, ഒരു രാജ്യം, ഒരു പട്ടാളക്കാരനെ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ അതിനകത്തുള്ള ഭീകരരെ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ PFI-കാരൻ ഇവിടെ കാലങ്ങൾക്ക് മുമ്പ് ആൾക്കാരെ കില്ലർ സ്ക്വാഡായിട്ടൊക്കെ ഉള്ളവരെ എങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അതേ രീതിയിൽ മാനസികമായിട്ട് പരുവപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ പരുവപ്പെടുത്തി എടുത്തിട്ടുള്ള ഒരു പയ്യനാണ്. അത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ചില ആൾക്കാർ ആ പ്രദേശത്തുണ്ട്. അവരാണ് ഇവനെ വെള്ള പൂശുന്നത്. അതിനുശേഷം ഇത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആണ് ഇവന്റെ അമ്മ. ഈ രീതിയിൽ ഒക്കെ ഈ പയ്യനെ ഉരുത്തിരിക്കുന്നതിനും നാളെ കാലത്ത് അവർക്ക് ഉപയോഗിക്കുന്നതിനും പരസ്പരം ബോധ്യപ്പെട്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ പയ്യനെ ഇങ്ങനെ ഉരുത്തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വേണ്ട പണം ആവശ്യം പോലെ ഇവരിലേക്ക് വരുന്നതിന് വേണ്ടി ഉള്ള, അല്ലെങ്കിൽ ഇവരിലേക്ക് എത്തുന്ന ഒരു സംവിധാനം. അത് കടത്തിന്റെ രൂപത്തിൽ അവർക്ക് തോന്നിയെങ്കിലും ആ പണം ഒന്നും തിരിച്ചു വേണ്ടാത്ത ഒരവസ്ഥയിൽ കടത്തിന്റെ രൂപത്തിൽ ആ പൈസ തോന്നിപ്പിച്ചതെന്ന് പറഞ്ഞാൽ, അവർ പറയുന്ന കാര്യത്തിൽ നിന്ന് വ്യതിചലിക്കാനോ മറികടക്കാനോ ശ്രമിക്കുന്ന ഒരവസ്ഥ വന്നാൽ ഈ പൈസ ചോദിക്കും. അപ്പൊ ആ രീതിയിൽ കൂടെ അവർക്ക് വേണ്ടി കൊടുത്ത കക്ഷികൾക്ക് ഇപ്പൊ നമ്മൾക്ക് മനസ്സിലാകും അവർക്കിത് വേണ്ടിയിട്ടൊന്നും അല്ല, എന്നാലും വേണം എന്ന് കടം മേടിച്ച് അല്ലെങ്കിൽ വായ്പ തിരിച്ചു ചോദിക്കാൻ ഒരു സാധ്യത ഉണ്ടെന്ന് കാണുമ്പോൾ കൂടുതൽ നമ്മൾ അവർക്ക് വിധേയപ്പെട്ട് നിൽക്കുമല്ലോ. അതായത് പറയുന്നതൊക്കെ ചെയ്തു കൊടുത്തേക്കാം, അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒന്നും ഉണ്ടാവത്തില്ല, എന്തായാലും നമ്മളെ സഹായിച്ചില്ല, ഇതൊക്കെ നിസ്സാര കാര്യങ്ങൾ. അപ്പൊ ആ രീതിയിലൊക്കെ ഉള്ള ഒരു മാനസികാവസ്ഥ ഇതിനകത്തുണ്ട്. അതായത് ഈ ഷെമി എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ ഈ അഫാൻ കൊല്ലാൻ ശ്രമിച്ച അവരുടെ അമ്മ, ഈ മാതാവിനും ഈ മകനും നിരോധിത സംഘടനകളുമായിട്ട്, അത് ഏതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും, ഏതോ വലിയ നിഗൂഢമായിട്ടുള്ള ടെററിസ്റ്റ് സംഘടനയുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. അത് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് ഈ പറയുന്ന അഫാൻ അതിന്റെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെന്നാണ്. അഫാന് മാത്രമല്ല, മാനസികമായിട്ട് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിനും അത്തരത്തിൽ മാനസികാവസ്ഥയുള്ള ഒരാളായിട്ട് ഷെമിയെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പോലീസിന് പോലും പിടികൊടുക്കാത്ത രീതിയിലേക്കാണ് ഇവരുടെ രണ്ടുപേരുടെയും മൊഴി. അവൻ ഈ പറയുന്ന മൊഴികളൊന്നും ഒരിക്കലും കോടതിയിൽ വന്നാൽ നിൽക്കാത്ത മൊഴികളാണ്. അവിടെ കൊന്നു, ഇവിടെ കൊന്നു, അന്നേരം തോന്നി, ഇന്നേരം തോന്നി, മറ്റേത് തോന്നി, മറിച്ചത് തോന്നി, ഇതൊന്ന് കോടതി നിർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനൊരു മെയിൻ അല്ലെങ്കിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു എവിഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടോ ഒന്നും പ്രോസിക്യൂഷൻ വരുമ്പം പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ട്. ഇവൻ അതിന്റെ ഇടയ്ക്ക് വെച്ച് ഇവൻ മാനസിക പിരിമുറുക്കത്തിൽ പലതും കാണിക്കുന്നവനാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഓടിപ്പാൻ ശ്രമിച്ചു.
അപ്പൊ അതെല്ലാം റെക്കോർഡാ. ഇതെല്ലാം മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന നല്ലൊരു ക്രിമിനൽ വക്കീൽ വന്നു കഴിയുമ്പോഴത്തേന് ഇതൊക്കെ റെക്കോർഡ് സാധനമാണ്. ഇതൊക്കെ എടുത്തു വെച്ചാകുമ്പോ ഇവന് മാനസിക പിരിമുറുക്കത്തിൽ അപ്പൊ ഇവന് രക്ഷപ്പെടാൻ പറ്റും. തള്ള ഇവനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. തള്ള ഇവനെ ആദ്യത്തെ കാര്യത്തിനകത്ത് അവന്റെ തള്ളയുടെ മാത്രം കാര്യമാണെങ്കിൽ മോനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. അതിനുശേഷം ഇത്രയും ക്രൂരമായ കൊലപാതകം ശ്രമിച്ച ഒരുത്തനെ ഒരു തള്ള നമുക്കറിയാലോ. മലപ്പുറത്ത് ഈ രാജ്യത്തൊന്ന് IS-നകത്ത് പോയിട്ട് തിരിച്ചു വന്ന തള്ളെ മോനെ വേണ്ട എന്ന് പറഞ്ഞ അമ്മമാരുണ്ട്. പറഞ്ഞ ആ രീതിയിൽ അമ്മയ്ക്ക് തീരുമാനം എടുക്കാം. ഈ മോനെ സ്നേഹിച്ചു, അപ്പൊ ഇവൻ മോനാണോ? മൃഗമല്ലേ? ഇവർ ഇതിനകത്ത് കൂട്ടില്ലെങ്കിൽ ഇവനെ മൃഗമായിട്ടല്ലേ അവർ കാണാൻ പറ്റൂ. ആ മൃഗത്തിനെ എങ്ങനെ സ്വന്തം അനിയനെ കൊല്ലുന്നു, അച്ഛന്റെ സഹോദരങ്ങളെ കൊല്ലുന്നു, സ്നേഹിച്ച പെണ്ണിനെ കൊല്ലുന്നു, അവനെ പിന്നെ തിരിച്ചു കൊണ്ടുവന്നതിന് വേണ്ടി അവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവരാരാ? ഇപ്പൊ ഒരു കൂട്ടായ ഒരു തീരുമാനത്തിലാണ് ഇവർ ഇതിനകത്തെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്തിനു വേണ്ടിയാണോ അതിനു വേണ്ടി. പക്ഷെ പ്രത്യേക ഒരു സമയത്ത് ഒരുപക്ഷെ ഈ ചെറുക്കന് തോന്നിക്കാണും എന്നെ നശിപ്പിച്ചത് എന്റെ അമ്മയാ, എന്റെ കുടുംബം നശിപ്പിച്ചത് അമ്മയാ, എന്റെ അച്ഛൻ അവിടെ കിടക്കാൻ കാര്യം അമ്മയാ. അങ്ങനെ തോന്നി ഇതിനെല്ലാം കൂടെ തല്ലിക്കൊന്ന് കളഞ്ഞ എന്ന് എന്റെ ഒരു ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കാൻ വന്നൊരു ചിന്തയ്ക്കകത്ത്. അപ്പൊ ഈ അഫാൻ എന്ന് പറയുന്നതിനെക്കാട്ടി വലിയ ക്രിമിനലാണ് ഷെമി. പോലീസ് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതാണോ, പോലീസിനൊന്നും മനസ്സിലാവാത്തതാണോ? എന്തുവായാലും തെളിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇനിയും കിടക്കുകയാണ്. ഒന്നും തെളിഞ്ഞിട്ടില്ല. ഇരുട്ടി തപ്പുന്ന പോലീസ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇരുട്ടി തപ്പുന്നത് പോലെ കാണിക്കുന്ന പോലീസ്. എന്തായാലും ഒന്നും വ്യക്തമല്ല, ഇതുവരെ വ്യക്തമായി വന്നിട്ടുമില്ല.